നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലാവസ്ഥയാണ് നിലവിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്നു, ശക്തമായ മഴ ലഭിക്കുന്നു. പക്ഷേ ഇപ്പോൾ മഴ 2 ദിവസമായിട്ട് ഇത്തിരി ശമനത്തിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പല ജില്ലകളിലും പലയിടങ്ങളിലും മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും മഴ മുന്നറിയിപ്പ് ഉണ്ട് ചില ജില്ലകളിൽ. നമുക്ക് വിശദമായി നോക്കാം. വരും മണിക്കൂറിൽ കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് മഞ്ഞ അലർട്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമാണ് മഞ്ഞ അലർട്ട് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ജില്ലകളും റെഡ് അലർട്ട് ആയിരുന്നു. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും അതിതീവ്ര മഴ പെയ്തിറങ്ങുകയും ചെയ്തു. എന്തായാലും ഇന്ന് ആശ്വാസം, മഞ്ഞ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭയം, മഴയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്കയ്ക്ക് സ്ഥാനമില്ല. പ്രളയ സാധ്യത മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ ചില നദികളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഓറഞ്ച് അലർട്ട് ഉള്ളത് പത്തനംതിട്ടയിലെ മണിമലയിലാണ്, തോണ്ട്ര സ്റ്റേഷൻ മുതൽ വള്ളംകുളം വരെ. മഞ്ഞ അലർട്ട് നിലനിൽക്കുന്നത് ആലപ്പുഴയിലാണ്, അച്ചൻകോവിൽ, നാലുകെട്ട് കവല സ്റ്റേഷനിലാണ്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങരുത്, നദി മുറിച്ച് കടക്കരുത്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ കാരണം കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലെ മിക്ക പ്രദേശങ്ങളും വെള്ളക്കെട്ടാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ വ്യക്തമാക്കി. ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഈ കണ്ണൂർ അഴീക്കോട് യുവാക്കളെ കാണാതായിരിക്കുകയാണ്. മീൻകുന്ന് കടലിൽ തിരയിൽപ്പെട്ടാണ് യുവാക്കളെ കാണാതായത്. പ്രിനീഷ്, ഗണേഷ് എന്നിവരെയാണ് കാണാതായത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് യുവാക്കൾക്ക് അപകടം സംഭവിച്ചത്. പാറക്കെട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത ശേഷം കടലിൽ നീന്തുന്നതിനിടെ തിരയിൽ അകപ്പെടുകയായിരുന്നു ഈ യുവാക്കൾ. ഇവർ തിരയിൽ പെട്ടുപോകുന്നത് ചുറ്റുമുള്ളവർ കണ്ടു. തുടർന്ന് കരയിലുണ്ടായിരുന്നവർ, അതുപോലെ തന്നെ ഈ ഒരു പരിസരവാസികൾ അടക്കമുള്ളവർ അഗ്നിരക്ഷാസേനയെയും പോലീസിനെയും വിവരം അറിയിച്ചു. തിരച്ചിൽ നടത്തി, പക്ഷേ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തി തിരച്ചിൽ നടത്തുന്നുണ്ട്. കടലിൽ ശക്തമായ തിരയാണ്. തീർച്ചയായിട്ടും ഈ മഴ തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കൊരു നിയന്ത്രണം വേണം എന്ന ഒരു മുന്നറിയിപ്പ് പലപ്പോഴായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ കടലിലേക്ക്, അല്ലെങ്കിൽ കടലിലും അതുപോലെ തന്നെ നദീതീരത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളച്ചാട്ടം, അത്തരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവർ തീർച്ചയായിട്ടും കുറേ കൂടി ജാഗ്രതയോടെ ആയിരിക്കേണ്ട സാഹചര്യമാണ്. നിലവിൽ കാലവർഷമുണ്ട്, മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തു. ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചു എങ്കിൽ പോലും മഴ പെയ്തിറങ്ങിയപ്പോൾ ഉണ്ടായ ചില ആഘാതങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ തിരമാലയൊക്കെ ആഞ്ഞു വീശുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കടൽ തീരത്തേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ കടലിൽ കുളിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. നമ്മുടെ ജീവനാണല്ലോ വലുത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു അന്തരീക്ഷം എത്തുമ്പോൾ തീർച്ചയായിട്ടും കടലിൽ കുളിക്കാനും കളിക്കാനും ഒക്കെയുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ, ഒരു കാലാവസ്ഥ ആ രീതിയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും കടലിൽ ഇറങ്ങാവുന്നതാണ്. ഈ സമയത്ത് എന്തായാലും കടലിൽ ഇറങ്ങുന്നത് എല്ലാവരും സ്വന്തം ജീവനെ കരുതി മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും എപ്പോഴാണ് അപകടം നമ്മളെ കാർന്നെടുക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. ജാഗ്രതയോടെ ആയിരിക്കുക. അതേസമയം കേരളത്തിൽ മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ വൻ നാശനഷ്ടമാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി 33 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഴക്കെടുതിയിൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 5 ദിവസമായി അതിതീവ്ര മഴയാണ് പെയ്തിറങ്ങിയത്. മിന്നൽ, പ്രളയം, മണ്ണിടിച്ചിൽ, ഇത്തരത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ടായി. 33ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി പേരെ കാണാതായി. അസാമിൽ 8ഉം, അരുണാചൽ പ്രദേശിൽ 9ഉം, മിസോറാമിൽ 5ഉം, മേഘാലയയിൽ 6
മരണവുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളായി മഴക്കെടുതി ബാധിച്ചത് 5 ലക്ഷത്തോളം ആളുകളെയാണ്. പല സംസ്ഥാനങ്ങളും ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായ അവസ്ഥയാണ്. താഴ്ന്ന പ്രദേശത്താണ് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായത്. അസമിലെ 15ലധികം ജില്ലകളിലായി 78,000 പേരെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു. 10,000-ലധികം പേർ ഇപ്പോഴും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ആയിരിക്കുന്നത്. മണിപ്പൂരിൽ കനത്ത മഴയിൽ 883 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. സിക്കിമിൽ പ്രധാന റോഡുകൾ മണ്ണിടിച്ചിലുണ്ടായി. 1,500-ലധികം വിനോദസഞ്ചാരികളാണ് ഇവിടെ കുടുങ്ങിയത്. മഴക്കെടി ബാധിച്ച അസം, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായും മണിപ്പൂർ ഗവർണറുമായും അമിത്ഷാ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. മഴക്കെടുതി രൂക്ഷമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്ന ഒരു ദൗത്യം കൂടിയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഒരു കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കണം എന്ന ഒരു അഭിപ്രായം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ സൈന്യം അതുപോലെ തന്നെ NTRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കം കാരണം കുടുങ്ങിക്കിടന്ന 14ഓളം പേരെ വ്യോമസേന രക്ഷിച്ചു. ജൂൺ 5 വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനിടെ സിക്കിമിൽ സൈനിക ക്യാമ്പിൽ മണ്ണിടിച്ചിലുണ്ടായി. 3 സൈനികർ മരിച്ചു. 4 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 6 സൈനികർ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദുരിതം, മഴക്കെടുതി അത് പൂർണ്ണമായും മാറിയിട്ടില്ല. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പല വീടുകളും താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് മാറി. ജില്ലയിൽ 46ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മീനച്ചിൽ, മണിമല, മൂവാറ്റുപുഴ ആറുകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രണ്ടാം കൃഷിക്കൊരുക്കിയ പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കർഷകർക്കും ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചേന്നങ്കരി, കുട്ടമംഗലം, നെടുമുടി, പൂപ്പള്ളി, എടത്തോ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ആ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും വസിക്കാൻ കഴിയാത്ത രീതിയിൽ വീട് ആയിട്ടുണ്ട്. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കും ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. ഇന്ന് വടക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കർണാടക തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 6-ാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്കൻ അറബിക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല മധ്യ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ വടക്കൻ തമിഴ്നാട് തീരത്ത് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.